നിനക്ക് ദൈവം ഇത്രയും ശിക്ഷ നൽകിയിട്ടും മനസ്സിലായിട്ടില്ലല്ലേ? ഭിന്നശേഷിക്കാരനായ യുവാവിനെതിരെ ക്രൂരമായ അധിക്ഷേപവുമായി പഞ്ചായത്ത് സെക്രട്ടറി. കുമാരമംഗലം പഞ്ചായത്ത് സെക്രട്ടറി ഷേർലി ജോണിനെതിരെയാണ് ഗുരുതര ആരോപണം ഉയർന്നിരിക്കുന്നത്. പെരുമ്പിളിച്ചിറ സ്വദേശി തൃക്കടായിൽ വീട്ടിൽ ഇസ്മായിൽ മുഹമ്മദാണ് സെക്രട്ടറിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇറങ്ങിപ്പോടാ ചട്ടുകാല, എനിക്ക് ദൈവം തന്നെ ഇത്രയും വലിയ ശിക്ഷ ഒന്നും കൊണ്ട് നിനക്ക് തീർന്നില്ല എന്ന് എന്നോട് ചോദിച്ച. നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ നിജസ്ഥിതി അറിയുവാനെത്തിയ പാലിയേറ്റീവ് പേഷ്യന്റും ഭിന്നശേഷിക്കാരനുമായ യുവാവിനെ കുമാരമംഗലം പഞ്ചായത്ത് സെക്രട്ടറി ഷേർലി ജോൺ അധിക്ഷേപിച്ചതായാണ് പരാതി. ഇന്ന് രാവിലെയായിരുന്നു പരാതിക്ക് ആസ്പദമായ സംഭവം. തൻ്റെ വീടിനോട് ചേർന്ന് അയൽവാസി വീടിനെ മറയ്ക്കുന്ന രീതിയിൽ അലക്കുകല്ലും ഷീറ്റും ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചത് പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് പെരുമ്പിളിച്ചിറ സ്വദേശിയായ ഇസ്മായിൽ മുഹമ്മദ് എന്ന ഭിന്നശേഷിക്കാരനായ യുവാവ് 2021 പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമാകാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിൽ നടന്ന നവകേരള സദസ്സിൽ പരാതി നൽകുകയും ഈ അപേക്ഷ പഞ്ചായത്ത് സെക്രട്ടറി മുഖാന്തരം തീർപ്പാക്കാൻ സർക്കാർ മറുപടി നൽകുകയും ചെയ്തു. ഇതിനെപ്പറ്റി സെക്രട്ടറിയോട് ഞാൻ 10-15 മിനിറ്റ് സംസാരിച്ചു. അപ്പോൾ സെക്രട്ടറി അതിനൊന്നും തക്കതായിട്ടുള്ള ഒരു മറുപടിയല്ല തന്നത്. സെക്രട്ടറി പറഞ്ഞത് ഞാൻ എൻ്റെ ആയിട്ടാണ് പോയത്. സെക്രട്ടറി പറഞ്ഞത് എനിക്കും എൻ്റെ പിതാവിനും ഭ്രാന്താണ്, ചട്ടുകാലിനും ഭ്രാന്തനും അങ്ങനെ പലതും പറഞ്ഞ് കംപ്ലൈൻറ്റ് തരും, ഞങ്ങൾക്കൊന്നും അതിന് മറുപടി പറയാൻ സൗകര്യമില്ല എന്നാണ് സെക്രട്ടറി പറഞ്ഞത്. നവകേരള സദസ്സിൽ നിന്നും മറുപടി ലഭിച്ചിട്ടും പരാതിക്ക് പരിഹാരമാകാത്തതിനാൽ നിരവധി തവണ ഈ യുവാവ് പഞ്ചായത്തിൽ കയറിയിറങ്ങുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും പരാതിയുടെ തൽസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുവാൻ പിതാവുമൊത്ത് എത്തിയ യുവാവിനെ സെക്രട്ടറി വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. എനിക്ക് ദൈവം ഇത്രയൊക്കെ ശിക്ഷ തന്നിട്ടും നീ മനസ്സിലാക്കിയില്ലല്ലോ എന്നാണ് സെക്രട്ടറി എന്നോട് ചോദിച്ചത്. ശിക്ഷ എന്ന് സെക്രട്ടറി ഉദ്ദേശിച്ചത് എൻ്റെ വികലാംഗത്വം ദൈവം എനിക്ക് തന്ന ശിക്ഷ ആണ് എന്നാണ് സെക്രട്ടറി ഉദ്ദേശിച്ചത്. ഇത്രയും മ്ലേച്ഛകരമായിട്ടാണ് ഒരു സെക്രട്ടറി ഒരു ഗ്രാമത്തിലെ ജനങ്ങളോട് സംസാരിക്കേണ്ടത് എന്നാണ് ഈ പൊതു സമൂഹത്തോട് എനിക്ക് ചോദിക്കാനായിട്ട് ഉള്ളത്. പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരായി പൊതുജനങ്ങളും ജനപ്രതിനിധികളും അടക്കം കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നിലവിൽ 16ഓളം പരാതികൾ നൽകിയിട്ടുണ്ട്. പണിഷ്മെന്റ് ട്രാൻസ്ഫർ അടക്കം കിട്ടിയിട്ടുള്ള സെക്രട്ടറിയുടെ സേവനം തൃപ്തികരമല്ലെന്നും വിഷയത്തിൽ പഞ്ചായത്ത് ഡയറക്ടറേറ്റും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഉടനടി നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് മെമ്പർമാരും ആവശ്യപ്പെട്ടു. നിലവിൽ ഈ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ പരാതികൾ നിലവിലുണ്ട്. പഞ്ചായത്ത് മെമ്പർമാർ പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്ടറേറ്റിൽ ഇവർക്ക് ഓൾറെഡി ഇവർ നിലവിൽ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിയ ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 2.5 വർഷക്കാലം മുൻപേ മാറാടി പഞ്ചായത്തിലോട്ട് മാറ്റിയൊരു സെക്രട്ടറിയാണ് ഇവർ. അവർ സ്റ്റേയുടെ പുറത്താണ് ഇവിടെ തുടരുന്നത്. ഏതാണ്ട് 10-16ഓളം പരാതികൾ ഇവർക്ക് എതിരെ നിലവിൽ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഐക്യകണ്ഠേന രാഷ്ട്രീയ പക്ഷഭേദമില്ലാതെ ഇവരെ ഇവിടെ നിന്ന് യഥാർത്ഥത്തിൽ മാറ്റി നിർത്തണമെന്ന് ഞങ്ങൾ പറയില്ല. കാരണം എങ്ങോട്ടേലും മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അതിന് പറ്റിയ ഒരു വ്യക്തിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം സെക്രട്ടറി അധിക്ഷേപിച്ചതായും ആരോപണമുണ്ട്. പൊതുജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും തീരെ അനുയോജ്യമല്ലാത്ത സെക്രട്ടറിയെ നിയമപരമായ രീതിയിൽ മാറ്റണമെന്ന നിലപാടിലാണ് പഞ്ചായത്ത് പ്രസിഡന്റും. എന്തായാലും ഈ സെക്രട്ടറി നമുക്ക് അനുയോജ്യമല്ല. നമ്മുടെ പഞ്ചായത്തിൽ നിന്നും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും ഒരു നല്ലൊരു സെക്രട്ടറി അല്ല. അപ്പോൾ സെക്രട്ടറിക്ക് ഒരു നിയമത്തിൻ്റെ ഇടപെടൽ നടത്തി പുള്ളിക്കാരിയെ മാറ്റാനായിട്ട് ഉള്ള ശ്രമം ഉണ്ടാകും. പരാതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ നടപടി ഉണ്ടായിട്ടില്ല. JDക്ക് പരാതി കൊടുത്ത JDയുടെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഹിയറിംഗിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ അഡീഷണൽ ഡയറക്ടർ സംരക്ഷിക്കുന്നതായും ഇവർക്കെതിരായ പരാതികൾ മുന്നോട്ട് ചലിക്കുന്നില്ലെന്നും ജനപ്രതിനിധികൾ ആരോപിക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്രട്ടറിയെ സംരക്ഷിക്കുന്നത് അഡീഷണൽ ഡയറക്ടറായിട്ടുള്ള അജിത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്ത് ഫയൽ താഴേക്ക് വന്നാലും അതിന് ഒരു രീതിയിലുള്ള അതിന് മുന്നോട്ട് പിന്നെ അത് ചലിക്കില്ല. ആ ഫയലുകൾ നിലവിൽ അവരുടെ ഈ അജിത്ത് എന്ന് പറയുന്ന അഡീഷണൽ ഡയറക്ടറുടെ അടുത്ത് തന്നെ ഈ പരാതികൾ കെട്ടിക്കിടക്കുകയാണ്. യുവാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തി ഇതിനായുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരികയാണെന്നും തൊടുപുഴ പോലീസ് അറിയിച്ചു. V1 ന്യൂസ്, തൊടുപുഴ.